ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ നേച്ചർ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഏതാണ് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ആദ്യം നമുക്ക് പറയാവുന്നതാണ്, വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു. The first one is permanent working capital and the second one is temporary working capital or variable working capital. ഇനി നമുക്കതിലേക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദ മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ ദിവസവും ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അവർ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലേ? ഫോർ എക്സാമ്പിൾ, അവരുടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് എവറി ഡേ 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. സാധാരണ നോർമൽ പ്രൊഡക്ഷൻ 5000 യൂണിറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റലിനെ പറയുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ഫിക്സഡ് ആണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. എല്ലാ ദിവസവും ഈ 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയുന്നു? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ട് വരുന്നതാണ് എന്ത്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി സെക്കൻഡ് വൺ ഈസ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഓർ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വാരിയബിൾ? പേരിൽ നിന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്താണ് വാരിയബിൾ എന്ന്. വിച്ച് ഈസ് വാരി അക്കോർഡിംഗ് ടു വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് എന്തിൽ മാറ്റം വരും? ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റം വരും. സപ്പോസ് അവർ കുറച്ചുകൂടി 8000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കുകയാണ്. മേ ബി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സീസൺ വരികയാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ അവർക്ക് ഒരു 15000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഘട്ടം വരികയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തും കൂട്ടേണ്ടി വരും? വർക്കിംഗ് ക്യാപിറ്റലും അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും. ഇത്തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ അഡീഷണൽ കറണ്ട് അസെറ്റ് റിക്വയർഡ് ഫോർ ടെമ്പററി പീരിയഡ് ആൻഡ് ഇറ്റ് ഈസ് എബോവ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് അഡീഷണൽ, നോർമൽ ഓപ്പറേഷന് പുറമെ അഡീഷണൽ ആയിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിരിക്കും ഏത്? ഈ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് സക്സസ്ഫുള്ളായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്നതാണ് എന്ത്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, എനി എമൗണ്ട് ഓവർ ആൻഡ് എബവ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് വാരീസ് വിത്ത് വോളിയൂം ഓഫ് ബിസിനസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന ക്യാപിറ്റലാണ് എന്ത്? ഏത് വർക്കിംഗ് ക്യാപിറ്റൽ? ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ഓൾസോ ഇറ്റ് വാരീസ് വിത്ത് വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നോക്കൂ. ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ടൈം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, എത്ര ടൈം മാറിയാലും ഏത് ടൈമിനെ ബേസ് ചെയ്ത് നോക്കിയാലും പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റ് മൂവിങ് ആണ് ഇവിടെ കാണാനുള്ളത്, യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ഓക്കെ, ഒരു നോർമൽ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ക്യാപിറ്റലാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതെന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ആണ്. എന്നാൽ നിങ്ങൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നോക്കൂ. ഇറ്റ് മേ വാരി അക്കോർഡിംഗ് ടു ടൈം. ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് വോളിയൂം ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് അപ്പ് ആവുന്നുണ്ട്, ഡൗൺ ആവുന്നുണ്ട്, ഇല്ലേ? ഇങ്ങനെ വാരി ചെയ്യുന്നു പോകുന്നതാണ് ഏത്? ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. First one is initial working capital and second one is regular working capital and third one is reserve margin or cushion working capital. Okay, അപ്പോൾ എന്താണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ?
ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നീഡഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ശ്രദ്ധിക്കുക, പേരിൽ തന്നെ പറയുന്നുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. അത് നമുക്ക് എപ്പോൾ ആവശ്യമാണ്? റെഗുലർ ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്ത്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ദി ലിക്വിഡ് ക്യാപിറ്റൽ ടു കീപ്പ് അപ്പ് ദ ക്യാപിറ്റൽ സർക്കുലേറ്റിംഗ് ഫ്രം ക്യാഷ് ടു ഇൻവെൻ്ററീസ്. നമ്മളൊരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നു പറയുമ്പോൾ നമ്മുടെ ക്യാഷിനെ ഇൻവെൻ്ററി ആയിട്ട്, അതായത് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ലിക്വിഡ് ക്യാപിറ്റലാണ് എന്ത്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. റെഗുലർ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ളതാണ് എന്ത്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് തേർഡ് വൺ ഈസ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. It is the excess working capital over the regular working capital that should be kept in reserve for contingencies that may be arise at any time. റിസർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ റിസർവ് എന്ന് പറയുമ്പോൾ? ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ് എന്താ? റിസർവ്. അപ്പോൾ എന്താ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റലും അല്ലെങ്കിൽ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ദ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ഏത്? കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ കേട്ടോ. എന്താണ് കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മൾ റെഗുലറായിട്ട് കീപ്പ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ അഡീഷണലായിട്ട് എക്സ്ട്രാ നമ്മൾ കീപ്പ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ഏത്? കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ അങ്ങനെ റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു മീറ്റ് കണ്ടിജൻസീസ്. കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കണ്ടിജൻസീസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ലോസസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ നമ്മൾ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ക്യാപിറ്റലാണ് കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസെർട്ടൈൻ ആണ്, റിസ്ക്കിയാണ്. അത് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാപിറ്റലാണ് എന്ത്? കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു എക്സസ് എമൗണ്ട് റെഗുലറിനേക്കാട്ടിലും കീപ്പ് ചെയ്യുന്നു കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ. ഓക്കെ, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു: ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും ഇതുപോലെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ നെയിമിൽ തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് നെയിമിൽ തന്നെ ഉണ്ട്. എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ സീസണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഇപ്പോൾ അംബർല മാനുഫാക്ചർ ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അംബർലയാണ്. സോ അവർക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സീസൺ ആയിട്ട് സെയിൽസ് കൂടുക? റെയിനി സീസൺ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അവരുടെ സ്റ്റോക്ക് ഏറ്റവും അധികം വിറ്റഴിഞ്ഞ് പോകുന്നത് റെയിനി സീസണിനായിരിക്കും. ഓക്കെ, അപ്പോൾ സീസണൽ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, എന്താ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലോ? ദ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻ ടു ഫിനാൻസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ്. ചില സ്പെഷ്യൽ ഓപ്പറേഷൻസ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നതാണ് എന്ത്? സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളെന്താണ് ഫിനാൻസിങ് എ പീരീഡ് ഓഫ് സ്ട്രൈക്ക്. ചില സന്ദർഭങ്ങളിൽ എന്തുണ്ട്? സ്ട്രൈക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർട്ടൻ എമൗണ്ട് നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ട ആവശ്യം വരും. സ്ട്രൈക്കിൻ്റെ സന്ദർഭങ്ങളിൽ നമുക്ക് എന്താവശ്യമാണ്? ഒരു അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അല്ലെങ്കിൽ കുറച്ച് കാലം അത് ലോക്കൗട്ട് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഒരു എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ചില സ്പെഷ്യൽ സെയിൽസ് ക്യാമ്പയിനിൽ നമുക്ക് എന്താവശ്യമാണ്? എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഓക്കെ, ചില സ്പെഷ്യൽ ഒക്കേഷനിൽ ആവശ്യമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണെന്ത്? സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സ്പെഷ്യൽ ഒക്കേഷനിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ സെയിൽസ് ക്യാമ്പയിൻ ചില പ്രത്യേക സീസണിൽ സ്പെഷ്യൽ ഒക്കേഷനിൽ അവർ ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈക്കിൻ്റെ ടൈമിൽ നമുക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ ഒക്കെയുള്ള ക്യാപിറ്റലാണെന്ത്? സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെഷ്യൽ, എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇത് രണ്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞു. ഇനി അതർ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ വേറെ കുറച്ച് ടൈപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന ഐറ്റം, ആ ഐറ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാം എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ബേസിസിൽ മാത്രമേ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഈ ബാലൻസ് ഷീറ്റിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണെന്ത്? ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോൺസെപ്റ്റിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ഇത് എക്സാമ്പിളായിട്ട് പറയുന്ന കേട്ടോ. ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് എക്സാമ്പിളാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് പേയ്മെൻറ്റ് ടു ഇറ്റ്സ് സപ്ലയേഴ്സ്, ടു പേ ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് ടു പേ സാലറീസ് എക്സെട്ര. അപ്പോൾ എന്താണ്? നമ്മൾ റെഗുലറായിട്ടുള്ള പേയ്മെൻറ്റ്സിന്, അതായത് ടു പേ സപ്ലയേഴ്സ്, നമ്മൾ ക്രെഡിറ്റിന് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സപ്ലയേഴ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ ഡേ ടു ഡേ നമുക്ക് എന്തെങ്കിലും സ്റ്റേഷനറീസ്, എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രൊഡക്ഷന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ്, സാലറീസ്, ഓക്കെ, നമ്മളെ എംപ്ലോയീസിന് സാലറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ടും ഇംപ്രൂവ്സ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി, അതുപോലെ അവരുടെ സോൾവൻസി, അവരുടെ നിലനിൽപ്പിന് എന്താവശ്യമാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ലിക്വിഡിറ്റിയും സോൾവൻസിയും ഉറപ്പ് വരുത്തുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് റോ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ ലിക്വിഡ് ക്യാപിറ്റൽ അവൈലബിൾ ആയിരിക്കണം ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. പെട്ടെന്ന് ക്യാഷിൻ്റെ ഫോമിൽ ക്യാഷായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചില റോ മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ്? ലിക്വിഡിറ്റിയും സോൾവൻസിയും ഉറപ്പ് വരുത്താൻ എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഇംപ്രൂവ്സ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എൻഷുവേഴ്സ് അൺഇൻറ്ററപ്റ്റഡ് ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മുടെ ബിസിനസ് എവിടെയും സ്റ്റോപ്പ് ആവാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ എന്ത് സഹായിക്കുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഉറപ്പ് വരുത്തുന്നുണ്ട്? ഇറ്റ് എൻഷുർ അൺഇൻറ്ററപ്റ്റഡ് ബിസിനസ് ഓപ്പറേഷന് യാതൊരുവിധ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും സംഭവിക്കാണ്ട്, സ്റ്റോപ്പേജ് ഒന്നും ഇല്ലാണ്ട് കണ്ടിന്യൂറ്റി നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് തേർഡ് വൺ ഈസ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഒരു ബിസിനസ് എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ടിവിറ്റിയും, അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂടിയാലേ എന്ത് കൂടുള്ളൂ? പ്രോഫിറ്റബിലിറ്റി കൂടുള്ളൂ. ഈ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ഓൾസോ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും കൂടിയാൽ എന്ത് എൻഹാൻസ് ചെയ്യും? ഇറ്റ് എൻഹാൻസ് ഗുഡ് വിൽ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇമേജ് കൂടും, റെപ്യൂട്ടേഷൻ കൂടും. ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് പറയാം കേട്ടോ. ആൻഡ് ഇറ്റ് ഇംപ്രൂവ് ക്രെഡിറ്റ് വർത്തിനെസ്. അപ്പോൾ നമുക്ക് ഗുഡ് വിൽ ഉണ്ട്, ആവശ്യത്തിന് ക്യാഷ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം നമുക്ക് എന്ത് കൂടി? ക്രെഡിറ്റ് വർത്തിനെസ് കൂടി. മറ്റുള്ള ആളുകൾക്ക് നമ്മളിൽ എന്താണ്? കുറച്ചുകൂടി ലയബിൾ ആയിരിക്കും. ഓക്കെ, കുറച്ച് റിലയബിൾ ആയിരിക്കും, ഒരുപാട് വിശ്വസനീയരായിരിക്കും നമ്മൾ. ഇപ്പോൾ ഏത് ബാങ്കിന് വേണമെങ്കിലും നമുക്ക് കണ്ണടച്ചിട്ട് കണ്ണും പൂട്ടിയിട്ട് ലോൺസ് ഗ്രാൻറ്റ് ചെയ്യാം. അത്രത്തോളം ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടേതെങ്കിൽ മാത്രം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ പാപ്പറായിട്ടുള്ള കമ്പനീസിനൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല? കണ്ണും പൂട്ടിയിട്ട് ക്രെഡിറ്റ് ഓഫർ ചെയ്യില്ല. ആവശ്യം നല്ല അസറ്റ്സും നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനുള്ളൊരു കമ്പനി, നല്ലൊരു ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ളൊരു കമ്പനിക്ക് ഏത് ബാങ്ക്സും കണ്ണും പൂട്ടി എന്ത് കൊടുക്കുന്നുണ്ട്? ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് കൂട്ടുന്നുണ്ട്? നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈംലി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് കൃത്യസമയത്ത് തന്നെ ഡിവിഡൻറ്റ് കൊടുക്കാൻ എന്ത് സഹായിക്കുന്നു? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലോട് കൂടിയിട്ടാണ് നമുക്കിടെ സ്മൂത്ത് ഓപ്പറേഷൻസൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് കൂടുന്നത്. പ്രോഫിറ്റ് കൂടിയാൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പോർഷൻ, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻറ്റ്. ആർക്ക് ടൈമിലി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ.
ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫേസിങ് കണ്ടിജൻസീസ്. നമ്മൾ പറഞ്ഞതാണ് ഫ്യൂച്ചറിനെ മീറ്റ് ചെയ്യാൻ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസർട്ടൈൻ ആണ്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്, ഈ വർക്കിംഗ് ക്യാപിറ്റൽ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി, സോൾവൻസി പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അൺഇൻറ്ററപ്റ്റഡ് ബിസിനസ് ഓപ്പറേഷൻസ് ആണ് അത് ഉറപ്പുവരുത്തുന്നത്, ഇറ്റ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എൻഹാൻസ് ഗുഡ് വിൽ, ഇറ്റ് ഇംപ്രൂവ് ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഫേസിങ് കണ്ടിജൻസീസ്. ഓക്കെ,